അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ റമളാനിനെ യജമാനൻ്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനായിട്ട് പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ധാരാളം റമളാനിനെ സ്വാഗതം ചെയ്ത് പുണ്യം നേടുവാൻ കാരുണ്യവാനായ റബ്ബ് നമുക്കെല്ലാവർക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ സ്വർഗം അത് നമ്മുടെ ശാശ്വത ഭവനമാണ്. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ രണ്ട് ലോകത്തെ ജീവിതവും വെറുതെയായി, വേസ്റ്റായി. അള്ളാഹു നമുക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമുക്ക് സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരായി തീരണം. സൂക്ഷ്മതയുള്ളവരിൽ നിന്നേ അള്ളാഹു സ്വർഗം നൽകുകയുള്ളൂ. അല്ലാത്തവർക്ക് അള്ളാഹു സ്വർഗം നൽകുകയില്ല എന്ന് അവർ എത്ര വലിയ ഇബാദത്ത് ചെയ്ത ആളുകളാണെങ്കിലും അള്ളാഹു സ്വർഗം നൽകുകയില്ല. നമ്മൾ ചെയ്യുന്ന ഹജ്ജ്, നമ്മൾ അനുഷ്ഠിച്ച നോമ്പ്, നമ്മൾ ജീവിതത്തിൽ ഇന്നുവരെ നിർവഹിച്ച നിസ്കാരം, നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ, നമ്മളുടെ സക്കാത്ത്, നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, ഇതൊക്കെ യജമാനനായ പടച്ചവൻ അവന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളുടെ ലക്ഷ്യം സ്വർഗം നേടുക എന്നതാണ്. ആ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കണം. നമ്മുടെ അമലുകൾ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ നമുക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ തഖ്വയുള്ളവരാകണം. തഖ്വയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അമലുകൾ യജമാനനായ പടച്ചവൻ സ്വീകരിക്കുകയുള്ളൂ. മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. നമുക്കറിയാം, ഞാനിവിടെ ഒരു ചെറിയ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ സ്മൃതി പദങ്ങളിൽ. കാരണം നമ്മൾ നിസ്കരിക്കുന്നവരാ, നോമ്പെടുക്കുന്നവരാ, നമ്മൾ ഹജ്ജ് ചെയ്തവരുണ്ടാകാം, നമ്മളിൽ പലരും പല സുഹൃതങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം. എന്നാൽ എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പേരിൽ നമ്മളാരും ഞെളിയണ്ട. ഞാൻ എല്ലാം തികഞ്ഞു, എനിക്ക് എല്ലാം ആഖിറത്തിൽ കിട്ടും, ഞാൻ എല്ലാം അമലുകളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊന്നും ആരും ഞെളിയേണ്ട കാര്യമില്ല. അങ്ങനെ ഞെളിഞ്ഞിട്ട് കാര്യമില്ല. മഹാരഥന്മാരുടെ സംഭവങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. മഹാന്മാരായ സ്വഹാബത്ത്, അള്ളാഹു ആ സ്വഹാബാക്കളെ കുറിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പുന്നാര നബിയുടെ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. അള്ളാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സ്വഹാബാക്കൾ, അവർ പോലും മരണസമയത്ത് എൻ്റെ സൽക്കർമ്മങ്ങൾ, ഞാൻ ജീവിതത്തിൽ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ എൻ്റെ റബ്ബ് സ്വീകരിക്കുമോ എന്ന് ഓർത്ത് ഭയപ്പെട്ട് കരഞ്ഞിട്ടാണ് മഹാരഥന്മാരായ സ്വഹാബാക്കളിൽ പലരും ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, ചരിത്രങ്ങളുടെ തങ്കത്താളുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു. ഒരു ഉദാഹരണം എൻ്റെ ശ്രോതാക്കളുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ്. മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു, വലിയ മഹാൻ, സ്വഹാബത്തിൽ പുന്നാര നബിയുടെ പ്രിയപ്പെട്ട മെമ്പറാണ്. ആമിർ ഇബ്നു ഖൈസിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, ഒരു രാത്രിയിൽ 1000 റക്അത്ത് നിന്ന് നിസ്കരിക്കുന്ന മഹാൻ. നമ്മളിൽ എത്ര പേരുണ്ട്? നമുക്കൊരു 20 റക്അത്ത്, റമളാനിൽ ഒരു 20 റക്അത്ത് അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ തറാവീഹ്, അത് തന്നെ നമ്മൾ എത്രയോ പ്രയാസപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മളിൽ പലരും നിർവഹിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പുന്നാര നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിൻ്റെ ഉള്ള മെമ്പറാണ്. ആ മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മരണം ഹാജരായപ്പോൾ ചിന്തിക്കണം, ഒരു രാത്രികളിൽ 1000 റക്അത്ത് നിന്ന് നിസ്കരിക്കുന്ന മഹാൻ, അവിടുന്ന് മരണം ഹാജരായപ്പോൾ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്.
കരച്ചിൽ രൂക്ഷമായപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ ചെന്നിട്ട് വാപ്പയുടെ തല പിടിച്ച് മടിയിൽ വെച്ചിട്ട് ചോദിച്ചു, ഉപ്പ നിങ്ങൾ ഈ സമയത്ത് കരയുകയാണോ? ഉപ്പ നിങ്ങൾക്ക് മരിക്കാനുള്ള ഭയം കൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ മരണത്തെ പേടിച്ചിട്ടൊന്നും അല്ല കരയുന്നത്, എന്തായാലും നമ്മളെല്ലാം ഇവിടുന്ന് മരിക്കണമല്ലോ. അപ്പോൾ മകൻ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ആശ്വാസത്തിൻ്റെ വാക്ക്, ഉപ്പ നിങ്ങൾ രാത്രിയിൽ 1000 റക്അത്ത് വാപ്പ നിന്ന് നിസ്കരിക്കുന്നില്ലേ? വാപ്പ തഹജ്ജുദ് മുടക്കിയിട്ടില്ല. വാപ്പ ഫർള് നോമ്പുകൾക്ക് പുറമേ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഫർള് നിസ്കാരത്തിന് പുറമേ സുന്നത്തുകൾ നിർവഹിച്ച കുറേ സമ്പാദ്യം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് ഉണ്ടല്ലോ. ഇത്ര വലിയ സമ്പാദ്യവുമായിട്ട് യജമാനനെ കണ്ടുമുട്ടാൻ പോവുകയാണല്ലോ. അങ്ങനെയുള്ള ഉപ്പ ഈ സമയത്ത് നിങ്ങൾ വ്യസനിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞത്, ഞാനും എൻ്റെ ഈ ക്ലാസ് നയിക്കുന്ന ഞാനും ശ്രോതാക്കളാകുന്ന നിങ്ങളുമൊക്കെ എന്നെന്നും ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു വലിയ പ്രസ്താവന, ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്തേ ആമിർ ഇബ്നു ഖൈസ് പറഞ്ഞത്? മോനെ നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ 1000 റക്അത്ത് നിന്ന് നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, ഫർളിന് പുറമേ സുന്നത്തുകളൊക്കെ ധാരാളം എടുത്തിട്ടുണ്ട് മോനെ, ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ വാപ്പ ഇതൊക്കെ നിർവഹിച്ച് പടച്ചവൻ്റെ സവിധത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മോനെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷമം അള്ളാഹുവിൻ്റെ റസൂൽ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചൊരായത്തുണ്ട്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു നിസ്കാരം സ്വീകരിക്കുന്നത്, അള്ളാഹു നോമ്പ് സ്വീകരിക്കുന്നത്, അള്ളാഹു ഹജ്ജ് സ്വീകരിക്കുന്നത്, അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നത്, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരിൽ നിന്ന്, സൂക്ഷ്മതയുടെ അങ്ങേയറ്റം പാലിച്ചവരിൽ നിന്ന് മാത്രമേ അള്ളാഹു നിസ്കാരവും നോമ്പും ഹജ്ജും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. നാളെ ആമിർ ഇബ്നു ഖൈസ് മരണപ്പെട്ട് പടച്ചവൻ്റെ സവിധത്തിൽ ചെല്ലുമ്പോൾ തഖ്വ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നിസ്കാരം മാറ്റി നിർത്തിയാൽ, നോമ്പങ്ങ് മാറ്റിവെച്ചാൽ, ഹജ്ജങ്ങ് മാറ്റിവെച്ചാൽ, സൽക്കർമ്മങ്ങൾ മാറ്റിവെച്ചാൽ ഈ ആമിർ ഇബ്നു ഖൈസിൻ്റെ കാര്യം പരാജയമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മോനെ ഞാൻ ഈ സമയത്ത് കരയുന്നതെന്ന് ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞെങ്കിൽ, ഈ ഒരു പ്രഖ്യാപനം എന്നെന്നും എൻ്റെ ശബ്ദം ശപിച്ച എല്ലാവരുടെ സ്മൃതി പദങ്ങളിലും അതേ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും